എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് മാസങ്ങൾക്ക് ഞാൻ പോയിരുന്നു. അവളുടെ പേര് മഞ്ജു. അവളൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഹസ്ബൻഡും IT കമ്പനിയിൽ തന്നെ. നല്ല കല്യാണം, ഒരു 5000-ന് മുകളിൽ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ അവളെ കാണുക. അപ്പോൾ ഞാൻ ചോദിച്ചു, മഞ്ജു നിൻ്റെ ആളെവിടെ പോയി? അപ്പോൾ ആ പറഞ്ഞു, ഞങ്ങളെ അത് ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞങ്ങൾ പല കാര്യങ്ങളിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ പുള്ളിക്ക് പറ്റില്ല. പിന്നെ ഞങ്ങൾ 2 ടൈമിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ കുടുംബജീവിതം നല്ല രീതിയിൽ പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയും മ്യൂച്വലി എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേറെ പിരിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്? അപ്പോൾ അത് അവർ അഡ്ജസ്റ്റ് ചെയ്തോളും കുറച്ച് കഴിഞ്ഞാൽ. നോക്കൂ, ഇങ്ങനെ സംഭവിക്കുന്ന എത്ര വിവാഹങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെന്നറിയോ? ഇവിടെ എന്താ സംഭവിക്കുന്നത് സത്യത്തിൽ? കാരണം വെച്ചാൽ ഇന്നത്തെ തലമുറ ഞാൻ ഒരിക്കലും കുറ്റം പറയാം. അവർ നമ്മളെക്കാളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ള ആളുകളാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്താ അറിയോ? അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പല രീതിയിലും ഉള്ള പ്രായോഗിക പരിജ്ഞാനം കുറവാണ്. അപ്പോൾ ഇതിന് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ അംഗങ്ങളാവുകയാണെങ്കിൽ, നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാതെ അവരെ നേർവഴിക്ക് നയിക്കാൻ പറ്റുന്ന ഒരു നല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ സത്യത്തിൽ ഇവരൊക്കെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അത്തരത്തിൽ കൂട്ടായ്മയാണ് നരേൻസ് ഗ്ലോ ട്രൈബ്. ഈ നരേൻസ് ഗ്ലോ ട്രൈബിൽ സത്യത്തിൽ ഇത്തരത്തിൽ ഒട്ടേറെ ആളുകളുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, വിവിധ പ്രായത്തിലുള്ള ആളുകൾ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള ഓരോ ആളുകൾക്കും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ കളർഫുള്ളായിട്ടൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ I am inviting you to നരേൻസ് ഗ്ലോ ട്രൈബ്.